ലെയ്ത്തിലെ പീരിയോഡിക്കൽ ലൂബ്രിക്കേഷൻ പ്രൊസീജിയറിനെ കുറിച്ചാണ് ഈ സെഷനിലൂടെ നമ്മൾ പഠിക്കുന്നത്. ഈ സെഷൻ്റെ അവസാനത്തോടെ നിങ്ങൾക്ക് ഒരു ലെയ്ത്തിൻ്റെ പ്രധാന ഭാഗങ്ങളുടെ പേരുകൾ മനസ്സിലാക്കാനും വ്യത്യസ്ത തരത്തിലുള്ള ഗ്രേഡ് ഓയിലുകൾ ഉപയോഗിക്കുന്ന ലൂബ്രിക്കേഷൻ പോയിന്റുകൾ അറിയാനും മെഷീനറി ഓയിലുകൾ, സ്പിൻഡിൽ ഓയിലുകൾ, ഗിയർ ഓയിലുകൾ എന്നിവയുടെ പൊതുവായ ഉദ്ദേശ്യങ്ങൾ വിശദീകരിക്കാനും ഗിയറിലെ ഓയിൽ ലെവൽ പരിശോധിക്കാനും കഴിയും. കൂടാതെ ചാർട്ട് അനുസരിച്ച് മെഷീൻ്റെ ബോക്സ്, ക്യാരി ഔട്ട് ലൂബ്രിക്കേഷൻ എന്നിവയെക്കുറിച്ച് മനസ്സിലാക്കാനും നിങ്ങൾക്ക് സാധിക്കും. മെറ്റൽ റിമൂവൽ നടത്തി ഒരു റോ മെറ്റീരിയലിനെ ആവശ്യമായ ആകൃതിയിലും വലിപ്പത്തിലും ആക്കിയെടുക്കുന്ന ഒരു മെഷീനിങ് പ്രോസസ്സാണ് ടേണിംഗ്. റൊട്ടേഷൻ ഓഫ് വർക്കിംഗ് എതിർദിശയിൽ ഒരു കട്ടിംഗ് ടൂൾ നടത്തിക്കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ടേണിംഗ് നടക്കുന്ന മെഷീൻ ടൂളിനെ ലെയ്ത്ത് എന്ന് വിളിക്കുന്നു. ഒരു ലെയ്ത്തിന്റെ കൺസ്ട്രക്ഷൻ ഫീച്ചറുകൾ നോക്കാം. ഒരു ലെയ്ത്തിന് കട്ടിംഗ് ടൂൾ ഹോൾഡ് ചെയ്ത് റൊട്ടേഷൻ ഡയറക്ഷന്റെ എതിർവശത്തു കൂടി ഫീഡ് ചെയ്യാൻ സാധിക്കണം. വർക്ക് റൊട്ടേഷനുമായി ബന്ധപ്പെട്ട് കട്ടിംഗ് ടൂളിന്റെ റിലേറ്റീവ് മൂവ്മെന്റ് നടക്കുന്നതിന് ഫിക്സ് ചെയ്തതും സ്ലൈഡ് ചെയ്യുന്നതുമായ പാർട്സ്, വ്യത്യസ്ത പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള ആക്സസറികൾ, അറ്റാച്ച്മെന്റുകൾ എന്നിവയുമുണ്ട്. ഹെഡ് സ്റ്റോക്ക്, ടെയിൽ സ്റ്റോക്ക്, കാരേജ്, ക്രോസ് സ്ലൈഡ്, കോമ്പൗണ്ട് സ്ലൈഡ്, ബെഡ്, ക്വിക്ക് ചേഞ്ച് ഗിയർ ബോക്സ്, ലെഗ്സ്, ഫീഡ് ഷാഫ്റ്റ്, ലെഡ് സ്ക്രൂ എന്നിവയാണ് ലെയ്ത്തിന്റെ പ്രധാന ഭാഗങ്ങൾ. ഇനി നമുക്ക് ഒരു ലെയ്ത്തിലെ വിവിധ ലൂബ്രിക്കേഷൻ പോയിന്റുകൾ നോക്കാം. ഓരോ തവണയും ലെയ്ത്ത് ഉപയോഗിക്കുമ്പോൾ റോക്കർ ഷാഫ്റ്റ് ലിവർ ബെയറിങ്ങുകൾ, ലിവർ ഫുൾക്രം, ക്യാംസ് എന്നിവ ഏതാനും തുള്ളി എണ്ണ വെക്കേണ്ടതുണ്ട്. കൗണ്ടർ ഷാഫ്റ്റ് റോളർ ബെയറിംഗ് ഓരോ 2 ആഴ്ച കൂടുന്തോറും 2 ഗ്രീസ് കപ്പുകളിലും ഓട്ടോമോട്ടീവ് കപ്പ് ഗ്രീസ് നിറയ്ക്കുക. മോട്ടോർ ബെയറിങ്ങുകൾ സ്ലീവ് ടൈപ്പ് മോട്ടോറുകൾക്ക് 2 ഓയിൽ കപ്പുകളുണ്ട്. അവ ആഴ്ചയിലൊരിക്കൽ SAE നമ്പർ 10 മോട്ടോർ ഓയിൽ അല്ലെങ്കിൽ സമാനമായ ഓയിൽ വെച്ച് ഫിൽ ചെയ്യണം. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹെഡ് സ്റ്റോക്ക് ബെയറിങ്ങുകൾ ഓരോ തവണയും ലെയ്ത്ത് ഉപയോഗിക്കുമ്പോൾ നമ്പർ 10 മോട്ടോർ ഓയിൽ അല്ലെങ്കിൽ സമാനമായ ഓയിൽ വെച്ച് ഫിൽ ചെയ്യണം. സ്പിൻഡിൽ പുള്ളി ഓരോ തവണയും ബാക്ക് ഗിയറിൽ ലെയ്ത്ത് ഉപയോഗിക്കുമ്പോൾ ഇഡ്ലർ പുള്ളിയുടെ സെക്കൻഡ് സ്റ്റെപ്പിന്റെ അടിയിലുള്ള ചെറിയ സ്ക്രൂ നീക്കം ചെയ്ത് നമ്പർ 10 മോട്ടോർ ഓയിലോ സമാനമായ മറ്റേതെങ്കിലും ഉപയോഗിച്ച് ഫ്രീ ആയി ഓയിൽ ചെയ്യുക. സ്ക്രൂ റീപ്ലേസ് ചെയ്യുക. ബാക്ക് ഗിയർ സ്പിൻഡിൽ ഓരോ തവണയും ബാക്ക് ഗിയർ ഉപയോഗിക്കുമ്പോൾ ബാക്ക് ഗിയർ സ്പിൻഡിൽ സെന്റിലുള്ള ചെറിയ സ്ക്രൂ നീക്കം ചെയ്യുക. കൂടാതെ നമ്പർ 10 മോട്ടോർ ഓയിലോ സമാനമായ മറ്റേതെങ്കിലുമോ ഉപയോഗിച്ച് ഫ്രീ ആയി ഓയിൽ ചെയ്യുക. സ്ക്രൂ റീപ്ലേസ് ചെയ്യുക. ബാക്ക് ഗിയറുകളും ചേഞ്ച് ഗിയറുകളും ചെറിയ അളവിലുള്ള കീസ്റ്റോൺ നമ്പർ 122 ഹെവി ഔട്ടർ ഗിയർ ലൂബ്രിക്കന്റ് അല്ലെങ്കിൽ ഗിയർ ടീത്ത് അല്ലെങ്കിൽ സമാനമായ പദാർത്ഥം ഉപയോഗിക്കുന്നത് സ്മൂത്തായ ക്വയറ്റായ ഓപ്പറേഷന് സഹായിക്കും. ഈ ലൂബ്രിക്കന്റ് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഗിയർ ടീത്തിലെ എല്ലാ ഓയിലും നീക്കം ചെയ്യുന്നത് ഉറപ്പാക്കുക. അല്ലാത്ത പക്ഷം ഇത് പറ്റിപ്പിടിക്കില്ല. ചേഞ്ച് ഗിയർ ബെയറിങ്ങുകൾ ഓരോ തവണയും ലെയ്ത്ത് ഉപയോഗിക്കുമ്പോൾ ഗിയർ ബെയറിങ്ങുകളിൽ നമ്പർ 10 മോട്ടോർ ഓയിൽ അല്ലെങ്കിൽ സമാനമായ ഏതെങ്കിലും ഓയിൽ കുറച്ചു തുള്ളി ഉപയോഗിക്കുക. ലീഡ് സ്ക്രൂ സ്റ്റബ് ബെയറിങ്ങും റിവേഴ്സ് ഗിയറുകളും ഓരോ തവണയും ലെയ്ത്ത് ഉപയോഗിക്കുമ്പോൾ റിവേഴ്സിംഗ് ഗിയർ ബോക്സിന്റെ ടോപ്പിലുള്ള 3 ഓയിൽ ഹോളുകളിൽ നമ്പർ 10 മോട്ടോർ ഓയിൽ അല്ലെങ്കിൽ സമാനമായ ഏതെങ്കിലും ഓയിലിന്റെ തുള്ളികൾ ഇറ്റിക്കുക. കാരേജ് ട്രാവേഴ്സ് ഗിയർ കേസ് ഓരോ തവണയും ലെയ്ത്ത് ഉപയോഗിക്കുമ്പോൾ കാരേജ് ആപ്രോണിന്റെ ബാക്ക് ഗിയർ കേസിന്റെ ടോപ്പിലെ ഓയിൽ ഹോളിൽ നമ്പർ 10 മോട്ടോർ ഓയിൽ അല്ലെങ്കിൽ സമാനമായ ഏതെങ്കിലും ഓയിലിന്റെ തുള്ളികൾ ഇറ്റിക്കുക. കാരേജ് ഹാൻഡ് വീൽ ബെയറിംഗ് ഓരോ തവണയും ലെയ്ത്ത് ഉപയോഗിക്കുമ്പോൾ ബോൾ സ്പ്രിംഗ് ഓയിൽ ഹോളിൽ നമ്പർ 10 മോട്ടോർ ഓയിൽ അല്ലെങ്കിൽ സമാനമായ ഏതെങ്കിലും ഓയിലിന്റെ തുള്ളികൾ ഇറ്റിക്കുക. ക്രോസ് ഫീഡ് ഗിയർ ബെയറിംഗ് ഓരോ തവണ ലെയ്ത്ത് ഉപയോഗിക്കുമ്പോഴും ബോൾ സ്പ്രിംഗ് ഓയിൽ ഹോളിൽ കുറച്ച് തുള്ളി ഓയിൽ ഇടുക. ഹാഫ് നട്ട് ലിവർ ബെയറിംഗ് ഓരോ തവണയും ലെയ്ത്ത് ഉപയോഗിക്കുമ്പോൾ ബോൾ സ്പ്രിംഗ് ഓയിൽ ഹോളിൽ നമ്പർ 10 മോട്ടോർ ഓയിൽ അല്ലെങ്കിൽ സമാനമായ പദാർത്ഥം ഉപയോഗിക്കുക. ത്രെഡ് ഡയൽ
ആഴ്ചയിലൊരിക്കൽ 10 നമ്പർ മോട്ടോർ ഓയിലിന്റെയോ സമാനമായ പദാർത്ഥത്തിന്റെയോ ഏതാനും തുള്ളി ത്രെഡ് ഡയലിന്റെ മുകൾ ഭാഗത്തെ റിമ്മിന് അടുത്തായി ഇടുക. വൈപ്പറുകൾ ഓരോ തവണ ലെയ്ത്ത് ഉപയോഗിക്കുമ്പോഴും കാരിയേജിൽ സ്ഥിതി ചെയ്യുന്ന 4 വൈപ്പറുകളിൽ ഫിൽറ്ററുകൾ സാച്ചുറേറ്റ് ചെയ്യുക. ക്രോസ് സ്ലൈഡ് സ്ക്രൂ ചെറിയ സ്ക്രൂ നീക്കം ചെയ്തതിനു ശേഷം മുൻ ക്രോസ് സ്ലൈഡ് സ്ക്രൂ ബെയറിംഗിന് മുകളിലുള്ള ഓയിൽ ഹോളിൽ നമ്പർ 10 മോട്ടോർ ഓയിലിന്റെ അല്ലെങ്കിൽ ഇക്വാലന്റിന്റെ ഏതാനും തുള്ളി ഇറ്റിക്കുക. സ്ക്രൂ റീപ്ലേസ് ചെയ്യുക. ഓരോ തവണയും ലെയ്ത്ത് ഉപയോഗിക്കുമ്പോഴും ഇത് ചെയ്യണം. ക്രോസ് ഫീഡ് ഗിയറുകൾ ചെറിയ സ്ക്രൂ നീക്കം ചെയ്ത ശേഷം ക്രോസ് ഫീഡ് സ്ക്രൂവിന് മുകളിലുള്ള ഓയിൽ ഹോളിൽ കുറച്ച് തുള്ളി ഓയിൽ ഇടുക. സ്ക്രൂ റീപ്ലേസ് ചെയ്യുക. ഓരോ തവണയും ലെയ്ത്ത് ഉപയോഗിക്കുമ്പോൾ ഇത് ആവർത്തിക്കണം. ക്രോസ് സ്ലൈഡ് വേസ് ലെയ്ത്ത് ഉപയോഗിക്കുമ്പോൾ ഇവ പതിവായി വൃത്തിയാക്കിയ ശേഷം 10 നമ്പർ മോട്ടോർ ഓയിൽ അല്ലെങ്കിൽ ഇക്വാലന്റ് ധാരാളം പുരട്ടുക. കോമ്പൗണ്ട് സ്ലൈഡ് സ്ക്രൂ ഓരോ തവണയും ലെയ്ത്ത് ഉപയോഗിക്കുമ്പോൾ കോമ്പൗണ്ട് റെസ്റ്റിന്റെ ടോപ്പിലും കോമ്പൗണ്ട് സ്ക്രൂ ബെയറിംഗിനും മുകളിലുള്ള ഓയിൽ ഹോളിൽ നമ്പർ 10 മോട്ടോർ ഓയിൽ അല്ലെങ്കിൽ ഇക്വാലന്റ് ഏതാനും തുള്ളി ഇടുക. കോമ്പൗണ്ട് സ്ലൈഡ് വേസ് ലെയ്ത്ത് ഉപയോഗിക്കുമ്പോഴെല്ലാം പതിവായി വൃത്തിയാക്കി 10 നമ്പർ മോട്ടോർ ഓയിൽ അല്ലെങ്കിൽ ഇക്വാലന്റ് ധാരാളം പുരട്ടുക. ലെഡ് സ്ക്രൂ മാസത്തിലൊരിക്കൽ ലെഡ് സ്ക്രൂ ത്രെഡുകൾ മണ്ണെണ്ണയും ചെറിയ ബ്രഷും ഉപയോഗിച്ച് വൃത്തിയാക്കുക. തുടർന്ന് ചെറിയ അളവിൽ നമ്പർ 10 മോട്ടോർ ഓയിലോ ഇക്വാലന്റോ പുരട്ടുക. റാക്ക് മാസത്തിലൊരിക്കൽ മണ്ണെണ്ണയും ചെറിയ ബ്രഷും ഉപയോഗിച്ച് വൃത്തിയാക്കിയ ശേഷം റാക്കിൽ ചെറിയ അളവിൽ കപ്പ് ഗ്രീസ് പുരട്ടുക. ലെഡ് സ്ക്രൂ ബിയറിംഗ് ഓരോ തവണയും ലെയ്ത്ത് ഉപയോഗിക്കുമ്പോൾ ബെയറിംഗിന് മുകളിലുള്ള ഓയിൽ ഹോളിൽ നമ്പർ 10 മോട്ടോർ ഓയിലോ ഇക്വാലന്റോ ഏതാനും തുള്ളി ഇടുക. ലെയ്ത്ത് ഉപയോഗിക്കുമ്പോഴെല്ലാം ഹാൻഡ് വീലിനും സ്ക്രൂ ബെയറിംഗിനും ഇടയിൽ ഏതാനും തുള്ളി ഓയിൽ വെക്കുക. ടെയിൽ സ്റ്റോക്ക് സെന്റർ ലൂബ്രിക്കന്റ് ടെയിൽ സ്റ്റോക്കിലെ ചെറിയ കപ്പിൽ വൈറ്റ് ലെഡിന്റെയും ഓയിലിന്റെയും മിശ്രിതം നിറയ്ക്കുക. സെന്ററുകൾക്കിടയിൽ ടേൺ നടക്കുമ്പോഴെല്ലാം ടെയിൽ സ്റ്റോക്ക് സെന്ററിൽ അപ്ലൈ ചെയ്യുക. വൈറ്റ് ലെഡ് ലഭ്യമല്ലെങ്കിൽ സെന്ററിൽ ചെറിയ അളവിൽ കപ്പ് ഗ്രീസ് ഉപയോഗിക്കുക. ടെയിൽ സ്റ്റോക്ക് റാം ടെയിൽ സ്റ്റോക്ക് റാമിന്റെ പുറംഭാഗം നന്നായി ഓയിൽ പുരട്ടി സൂക്ഷിക്കുക. ലെയ്ത്ത് ബെഡ് വേസ് ബെഡ് വേകൾ എപ്പോഴും നമ്പർ 10 മോട്ടോർ ഓയിൽ അല്ലെങ്കിൽ സമാനമായ പദാർത്ഥം ഉപയോഗിച്ച് ചിപ്പുകളിൽ നിന്ന് സംരക്ഷിക്കുക. ഉപയോഗിക്കുന്നതിന് മുമ്പ് വേസ് തുടച്ച് പുതിയ ഓയിൽ കൊണ്ട് മൂടുക. എല്ലാ ഗ്രൈൻഡിംഗ് ഓപ്പറേഷനുകളിലും ബെഡ് വേസ് ക്യാൻവാസ് അല്ലെങ്കിൽ കാർഡ്ബോർഡ് ഉപയോഗിച്ച് മൂടുക. എല്ലാ ലെയ്ത്ത് ബെയറിംഗ് സർഫസുകളും തികച്ചും വൃത്തിയായി സൂക്ഷിക്കുക. ലെയ്ത്തിന്റെ സ്വാഭാവികമായ ഓപ്പറേഷനുകൾക്ക് തടസ്സമുണ്ടാക്കുന്ന ഒന്നാണ് അഴുക്ക്. ലൂബ്രിക്കേഷന് 3 സംവിധാനങ്ങളുണ്ട്: ഗ്രാവിറ്റി ഫീഡ് സിസ്റ്റം, ഫോഴ്സ് ഫീഡ് സിസ്റ്റം, സ്പ്ലാഷ് ഫീഡ് സിസ്റ്റം എന്നിവയാണിവ. മെഷീനുകളിൽ നൽകിയിരിക്കുന്ന ഓയിൽ ഹോളുകൾ, ഓയിൽ കപ്പുകൾ, വീക്ക് ഫീഡ് ലൂബ്രിക്കേറ്ററുകൾ എന്നിവയിൽ ഗ്രാവിറ്റി ഫീഡ് പ്രിൻസിപ്പിൾ ഉപയോഗിക്കുന്നു. ഫോഴ്സ് ഫീഡ് സിസ്റ്റത്തിൽ ഓരോ ബെയറിംഗിലേക്കും ലീഡ് ചെയ്യുന്ന ഓയിൽ ഹോൾ അല്ലെങ്കിൽ ഗ്രീസ് പോയിന്റിൽ ഒരു നിപ്പിൾ ഘടിപ്പിച്ചിരിക്കുന്നു. കൂടാതെ ഗണ്ണിന്റെ നോസിൽ അമർത്തി ലൂബ്രിക്കന്റ് ബെയറിംഗിലേക്ക് ബന്ധിപ്പിക്കുന്നു. ഗ്രീസ് കപ്പ് ഉപയോഗിച്ച് ഗ്രീസിനെ ഫോഴ്സ് ഫെഡ് ചെയ്യാറുമുണ്ട്. ഹാൻഡ് പമ്പ് മുഖേനയും ഓയിലിനെ പ്രഷർ ഫെഡ് ചെയ്ത് ചില മെഷീനുകൾക്കൊപ്പം നൽകിയിരിക്കുന്ന ലിവർ പ്രവർത്തിപ്പിച്ച് ദിവസത്തിൽ 1-2 തവണ ഇടവേളകൾക്കായി ഓരോ ബെയറിംഗിലേക്കും ഓയിൽ ചാർജ് നൽകുകയും ചെയ്യുന്നു. അത് ഷോർട്ട് ലൂബ്രിക്കേറ്റർ എന്നും അറിയപ്പെടുന്നു. ഈ രീതിയിൽ ഒരു റിംഗ് ഓയിലർ ഷാഫ്റ്റിൽ ഘടിപ്പിച്ചിരിക്കുന്നു. അത് ഓയിലിൽ ഡിപ്പാകുകയും ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ലൂബ്രിക്കന്റിന്റെ ഒരു സ്ട്രീം തുടർച്ചയായി പാർട്ടുകളിലേക്ക് തെറിച്ചു വീഴുകയും ചെയ്യുന്നു. ഷാഫ്റ്റിന്റെ റൊട്ടേഷൻ റിംഗിന്റെ റൊട്ടേഷന് കാരണമാകുന്നു. അതിൽ പറ്റിയിരിക്കുന്ന ഓയിൽ മുകളിലേക്ക് കൊണ്ടുവന്ന് ബെയറിംഗിലേക്ക് നൽകുന്നു. തുടർന്ന് ഓയിൽ റിസർവോയറിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നു. റിംഗ് ഓയിലിംഗ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. മെഷീൻ ടൂളുകളിലെ പാർട്സിന്റെ ലൂബ്രിക്കേഷന് ആവശ്യമായ എല്ലാ ഡീറ്റെയിലുകളും മാനുഫാക്ചറർ മാനുവലിൽ അടങ്ങിയിരിക്കുന്നു. ലൂബ്രിക്കന്റുകൾ ദിവസേനയോ ആഴ്ചയിലോ മാസത്തിലോ അല്ലെങ്കിൽ കൃത്യമായ ഇടവേളകളിലോ വിവിധ പോയിന്റുകളിൽ ഭാഗങ്ങളിൽ മാനുഫാക്ചറർ മാനുവലിൽ നിർദ്ദേശിച്ചിരിക്കുന്നത് പോലെ തന്നെ ഉപയോഗിക്കണം. ഈ സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് മെയിന്റനൻസ് മാനുവലുകളിൽ ചിഹ്നങ്ങൾ ഉപയോഗിച്ച് സൂചിപ്പിച്ചിരിക്കുന്നു. ഈ എക്സസൈസ് ചെയ്യുന്നതിനുള്ള ആവശ്യകതകൾ: ലെയ്ത്ത് മെഷീൻ, റെക്കോർഡ് ജോബ് ഷീറ്റ്, പെൻസിൽ. ലെയ്ത്ത് മെഷീന്റെ ഡെയിലി ലൂബ്രിക്കേഷൻ പോയിന്റുകൾ കണ്ടെത്തി പട്ടികയിൽ രേഖപ്പെടുത്തുക.
ലെയ്ത്ത് മെഷീന്റെ മന്ത്ലി ലൂബ്രിക്കേഷൻ ഫില്ലിംഗ് തിരിച്ചറിയുക, പട്ടികയിൽ രേഖപ്പെടുത്തുക. ഒരു ലെയ്ത്ത് മെഷീനിൽ ഹാഫ് ഇയർലി ലൂബ്രിക്കേഷൻ ഫില്ലിംഗ് തിരിച്ചറിയുക, പട്ടികയിൽ രേഖപ്പെടുത്തുക. ഒരു ലെയ്ത്ത് മെഷീനിൽ ആനുവൽ ലൂബ്രിക്കേഷൻ ഫില്ലിംഗ് തിരിച്ചറിയുക, പട്ടികയിൽ രേഖപ്പെടുത്തുക. ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ സന്ദർശിച്ച് അവിടെയുള്ള ഡേഞ്ചർ, വാർണിംഗ്, കോഷൻ, സേഫ്റ്റി സൈൻസ് എന്നിവയെപ്പറ്റി മനസ്സിലാക്കുക എന്ന സെഷൻ്റെ അവസാനത്തിലെത്തിയിരിക്കുകയാണ് നമ്മൾ. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ലെയ്ത്തിൻ്റെ പ്രധാന ഭാഗങ്ങളുടെ പേരുകൾ മനസ്സിലാക്കുവാനും വ്യത്യസ്ത തരത്തിലുള്ള ഗ്രേഡ് ഓയിലുകൾ ഉപയോഗിക്കുന്ന ലൂബ്രിക്കേഷൻ പോയിന്റുകൾ അറിയാനും മെഷീനറി ഓയിലുകൾ, സ്പിൻഡിൽ ഓയിലുകൾ, ഗിയർ ഓയിലുകൾ എന്നിവയുടെ പൊതുവായ ഉദ്ദേശങ്ങൾ വിശദീകരിക്കാനും ഗിയറിലെ ഓയിൽ ലെവൽ പരിശോധിക്കാനും കഴിയുമെന്ന് വിശ്വസിക്കുന്നു. ഈ സെഷനോടെ ചാർട്ട് അനുസരിച്ച് മെഷീൻ്റെ ബോക്സ്, ക്യാരി ഔട്ട് ലൂബ്രിക്കേഷൻ എന്നിവയെക്കുറിച്ചും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്.